ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ പിന്നെ വീഡിയോ എടുത്തിട്ടായിട്ട് പിന്നെ ഞമ്മ പോയില്ലേ പാടെ പിന്നെ എൻ്റെ കാരത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നിട്ടേ അത്ര ചിത്തട്ടിൽ എടുത്തിട്ട് വന്നിട്ടാകുമ്പോൾ പിന്നെ ഭയങ്കര എനിക്ക് കാല് വല്ലാണ്ടുള്ള കടച്ചിലും ഇതായിട്ട് എവിടെ പോകാൻ പറ്റാത്തൊരു അവസ്ഥയായി എനിക്ക്. അപ്പം ഞാൻ എന്താക്കിയില്ലെങ്കിൽ നമ്മളെ ഇവിടെ തന്നെ അറിയുന്നില്ലെങ്കിൽ ആ വീടിൻ്റെ അടുത്ത് ഉണ്ടായില്ലേ. അപ്പം അയാൾ വീഡിയോയിൽ നിന്നിട്ടായിരുന്നു. അപ്പോൾ അയാൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെ കൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അയാൾ നമ്പറെല്ലാം തന്നിട്ടുണ്ട്, അതിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര കാലിലൊക്കെ അടിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്യാൻ ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം എന്താക്കിയില്ലെങ്കിൽ നല്ല നല്ല ആളാണ് അയാൾ, നല്ല സ്നേഹമുള്ള ആളാണ്. സിദ്ദീഖിൻ്റെ പേര് അയാൾ. വലിയ പിന്നെ പരക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾ പരയിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലേ സമ്മതിച്ചാ. അങ്ങനെ ചായയും ഇന്നലെ ഇതെല്ലാം ആക്കി, കോഴി വച്ച് ഇതെല്ലാം ആക്കി. പിന്നെ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ കടന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ കടന്നത് ഇതാ നമ്മളെ മമ്മൂച്ച ഈടാവും കിടന്ന്. പിന്നെ നമ്മളെ ഈ മനുഷ്യനൊരു നല്ലൊരു മനുഷ്യനാണ് ഇയാളെ, നമ്മളെ സിദ്ദീഖിൻ്റെ ഉപ്പ. അപ്പം നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തന്നെ. അപ്പം നമുക്ക് പിന്നെ പരിചയമില്ലല്ലോ എങ്ങനെ ആരുമായിട്ട്. അപ്പോൾ ഇപ്പം ചായ എല്ലാം കുടിച്ചിട്ട് ഏതായാലും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അല്ലേ മമ്മൂച്ച. അപ്പൊ ഏതായാലും നമുക്ക് പോണോ, നമുക്ക് നോക്കട്ടെ. ഇവിടുന്ന് പാണ്ടിക്ക് എത്ര ഉണ്ട് സിദ്ദീഖ? 2 കിലോമീറ്റർ ഉണ്ടാവല്ലേ. അപ്പൊ നമുക്ക് ഇന്നലെ നിൽക്കാനുള്ള ജാഗ തന്ന് അല്ലേ മമ്മൂച്ച അല്ലെ, അത് വലിയൊരു ഉപകാരമായി. എന്തായാലും നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അത് നല്ലൊരു ഇതാണ്. അപ്പൊ രാവിലത്തെ ചായ എല്ലാം കുടിച്ച് ഇതാക്കിയിട്ട് ഇനിയിപ്പോ കാലിൻ്റെ മുമ്പിലെല്ലാം കുറഞ്ഞിനി. നിങ്ങളെന്തായിന് കൈൻ്റെ എല്ലാം മുമ്പിൽ ശരിയല്ല, അത് ഞാൻ മുള്ളിലെല്ലാം കുറച്ച് ഇതായിട്ട് ആൾക്ക് ഇതായിനി മമ്മൂച്ചൊക്കെ. അപ്പൊ നമ്മൾ ഏതായാലും ഇപ്പൊ നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് പോയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പൊ പറഞ്ഞ പോലെ എല്ലാം ലൈക്ക് ഞങ്ങൾ പെട്ടാവോ അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. ചിന്തിക്ക വരുന്നു അപ്പൊ വീണ്ടും നമ്മ കണ്ടുമുട്ടു ഏതെങ്കിലും ഒരു കോണിൽ വെച്ചിട്ട് കണ്ടുമുട്ടും അല്ലെ മമ്മൂച്ച വിടാ. അപ്പൊ ഞാൻ സാധനം എല്ലാം ഞാൻ വണ്ടിയിൽ കയറ്റിട്ട് വെച്ചിട്ടായിന്. അപ്പൊ ഒന്ന് കുറച്ച് കുളിച്ച് ഫ്രഷ് എല്ലാം ആയി. അങ്ങനെ മമ്മൂച്ച ഞാൻ വണ്ടിയിൽ കയറിയിട്ടിരുന്നു. അപ്പൊ ഇരുന്നിട്ട് ഇപ്പൊ ഇന്നലെ ഉണ്ട് വരെ കാണുന്നതാണ്. അപ്പൊ നമ്മ നേരെ ഓടിട്ട് പോകണം അല്ലെ മമ്മൂച്ച. പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞില്ല, ചുറ്റുപാട് ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടി ആണ്. ഇല്ല പോകുമ്പോ പിന്നെ നമുക്ക് അതൊരു ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പൊ ഞാൻ ഈ ഒരു റൂട്ടിൽ തന്നെ ഫസ്റ്റ് ആണ്. അപ്പൊ ഇതിലെ റോഡ് ഭയങ്കര പോയിട്ടുണ്ടല്ലോ, ഭയങ്കര പോയിന്. അപ്പൊ സിദ്ദീഖ് പറഞ്ഞതുണ്ടല്ലോ, ഇവിടുന്ന് ഞമ്മക്ക് നേരെ മുകളിലോട്ട് റൈറ്റിലോട്ട് ഇറങ്ങി മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റൈറ്റിൽ നിന്നായിരിക്കും. അപ്പൊ റൈറ്റ് ആണെങ്കിൽ അങ്ങോട്ട്, മറ്റേ ചാനലാണെങ്കിൽ ഇങ്ങോട്ട് ഇടത്തോട്ട്. അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് കയറാം. ഇവിടെ മറ്റേ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഞമ്മക്ക് കയറുന്നുണ്ടെങ്കിൽ ഞമ്മൊന്ന് പെർമിഷൻ എടുക്കേണ്ടത്, പറ്റുമെങ്കിൽ പെർമിഷൻ എടുത്ത് ചെയ്യേണ്ടത്. ഇവിടെ 1-2 കടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. യൂട്യൂബ് യെസ്. അപ്പൊ ഞമ്മ ഇവിടെ ആരോ കണ്ടിട്ടുണ്ട്. അപ്പൊ അയാളെ പോയാലുണ്ട് ആ വീഡിയോ ചെയ്തത് ഇല്ല ഇന്നില്ല. ഇപ്പൊ ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ ഇത് വന്നിട്ട് നമുക്ക് പാണ്ടി സൈഡ് പോകാൻ അവിടെ ഫോറസ്റ്റ് ഉണ്ടല്ലോ, ആ ഏരിയയിൽ ഒന്ന് പോയിട്ട് നോക്കിട്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഉമ്മർ. അപ്പൊ ഇത് ഉമ്മർച്ച ഓട്ടോറിക്ഷ ഉമ്മർച്ച എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പറയുന്ന ഇയാള്. അപ്പൊ എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ആണ് ഇയാളെ കാണുന്നുണ്ട്. ഞാൻ എന്റെ ബദിയർക്ക് സൈഡാണ്. അപ്പൊ ഏതായാലും പിന്നെ പാണ്ടി ഇതുപോലത്തെ ഫോറസ്റ്റ് ഏരിയ തന്നെ ഫുള്ള്. പാണ്ടിക്ക് നേരെ അങ്ങോട്ട് കയറി പോയാൽ മതി. പാണ്ടി നേരെ ഇത് കയറി പോയാൽ മതി. അപ്പൊ അവിടെ പിന്നെ ഈ ഒരു അപ്പൊ ഞാൻ അവളോടൊന്ന് വിശദമായിട്ടൊന്ന് ചോദിച്ചു. അപ്പൊ ഇച്ചാന്റെ ഒന്ന് പേര് പറഞ്ഞ എന്ത് പേര്? അമീദ്. എന്തെങ്കിലും ഉണ്ടാ കൂട്ടുപേരുണ്ട് അറിയപ്പെടുന്നത്? ഏവന്തൂർ അമീദ് ച്ച. അപ്പൊ അമീദ് ച്ച എന്ത് മൃഗങ്ങൾ എന്തെല്ലാം അനിമൽസ് ഉണ്ട്? കുറച്ച് മുകളിൽ പോയാലേ ഫോറസ്റ്റാ. ശരിയാ. കടുവ കാണാം, പുള്ളിപ്പുലി കാണാം, ആന കാണാം. ഇയാള് സംഭവം പറഞ്ഞതുണ്ടല്ലോ, ഇത് കാര്യമായിട്ട് തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ അത് അല്ലാണ്ട് പിന്നെ വാട്സപ്പിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് പേടിക്കേണ്ട സംഭവം അത്. പേടിക്കണ്ട സ്കൂളെല്ലാം ഉള്ളതുകൊണ്ട്, ഹൈസ്കൂള് സെക്കൻഡറി സ്കൂളെല്ലാം ഉള്ളതാ. അപ്പൊ അവിടെ സ്കൂൾ പകല് കാണാറുണ്ട്.
ആനെ കാട്ടിയല്ല. അത് ശരി. അപ്പൊ പകലും പിന്നെ ഈ കാട്ടുപോത്ത് പിന്നെ ഇതെല്ലാം കാണാറുണ്ട്. പിന്നെ അവിടെ ഒരു അടുത്തൊരു സ്കൂൾ ഉണ്ടല്ലോ, പാണ്ടി സ്കൂളുണ്ട്. അപ്പൊ ആ പാണ്ടി സ്കൂൾ മുകളിൽ മുകളിൽ ഉണ്ട്. ഇവിടുന്ന് 1/2 കിലോമീറ്റർ മീത്ത് പോയ പാണ്ടി സ്കൂൾ. പക്ഷെ ആ പിള്ളേരുടെ ഒരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ അത്, അല്ലെ? അപ്പൊ അത് പിന്നെ അപ്പൊ ബോർഡൊക്കെ ഉണ്ടാവില്ല ബോർഡ്. അപ്പൊ ഇതിന്റെ ഈ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് എവിടെയാണ്? ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് അല്ല മീത്ത് മുകളിൽ. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഇതുപോലെ ഇത് കളിക്കുന്ന ഗ്രൗണ്ട് അല്ല, അവിടെ ഒരു ചെറിയൊരു ഇത് കാണുന്നത്. മറ്റേ നിങ്ങൾക്ക് ഇതുണ്ടോ ഇത് കളിക്കുന്ന മറ്റേ ഗ്രൗണ്ട് അല്ലേ? ശരി. അപ്പൊ ഞാൻ ഏതായാലും അങ്ങ് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം കേട്ടല്ലോ, പുലിയൻകടു മൈ ട്രാവൽ ക്യാമ്പിംഗ് നമ്മളെ ഇത് ക്യാമ്പിംഗ് സംബന്ധമായിട്ടുള്ള. പിന്നെ കൂടാണ്ട് നമ്മ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ കറങ്ങിയിട്ട് ഒന്ന് നേപ്പാള്, അപ്പൊ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാം. നിങ്ങളുടെ ഈ ഭാഗത്ത് പോയക്ക് പോയതാ? ഞാൻ ഈ ഭാഗത്ത് പോയിട്ട് ഒരു ദിവസം അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത്. ചിരുത്തട്ടിയല്ല ഇതിന്റെ, ഈ ചിരുത്തട്ടി അക്കരെ, ഇതിന്റെ കൊച്ചുമേര് ചിരുത്തട്ടിന്റെ പോയിട്ട് അക്കരെ. അപ്പൊ പിന്നെ നമുക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞു തന്ന നല്ലൊരു നാട്ടുകാരാണ്. എന്തെല്ലെങ്കിൽ നല്ലപോലെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് ഞമ്മ അങ്ങോട്ട് ചോദിച്ചില്ല, ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കയറി ചോദിച്ച് എന്ത് സംഭവം കാര്യങ്ങൾ. ഞാനിപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പൊ നമ്മളെ എന്തെങ്കിലും പേര് പറഞ്ഞേ? എന്റെ പേര് ഉമ്മർ. നമ്മളെ ഉമ്മർച്ച എന്ന് പറഞ്ഞില്ലേ, ഉമ്മർച്ച നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ അമിത് അല്ല അമിത് ഏവന്തൂർ എന്ന് പറഞ്ഞ ഇയാൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താക്കുന്നുണ്ട് ഇയാള്? ഒന്ന് മുഖം കാണിക്കുവോ നോക്കട്ടെ? പേര് പറഞ്ഞിട്ടുണ്ട് അബൂ സാഹിബ്. ഇതിപ്പോ നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ ദിവസമായോ? അപ്പൊ ഇതല്ലേ കുറച്ചാൾക്കെല്ലാം അറിയാം. ഇതാണ് അബിൽ മിൽക്കാക്കുന്നത്. എങ്ങനെ അല്ലെ? കച്ചവടം ഉണ്ട്. എത്ര മണി വരെ ഉണ്ടെന്ന്? 12 മണി വരെ. അപ്പൊ നല്ല പബ്ലിസിറ്റി ഉണ്ട് രാത്രി 12 മണി വരെ നല്ല പബ്ലിസിറ്റി. ഏതായാലും നമുക്ക് വീണ്ടും കാണാം എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. അല്ല ഞമ്മക്ക് ഇതുണ്ടല്ലോ. അപ്പൊ നമ്മളെ ഉമ്മർച്ചയൊക്കെ തിരക്കായിട്ടുണ്ട്. സംഗതി എന്തെങ്കിലും ഇതെപ്പോ കിട്ടുമെന്ന് അയക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ചെയ്ത നാളേക്ക് പോയിട്ട് നമുക്ക് അപ്പൊ ഇതിപ്പോ ഇപ്പൊ ഫോർക്കല് ഞാൻ റെക്കോർഡ് ആക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നെറ്റ് കാര്യങ്ങൾ കൂടുതൽ വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ പിന്നെ പോകാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായി ഫോറസ്റ്റിലേക്ക് പോകുമ്പോ. മറ്റേ നേരത്തെ പരിചയപ്പെട്ട എനിക്ക് പേര് ഓർമ്മ ഇപ്പോഴാണ്. നേരത്തെ ഉണ്ടായാടെ ആ ഓട്ടോയിൽ പോയില്ലേ? ഉമ്മർ എന്നാളെ പേര്. ഉമ്മർച്ച പറഞ്ഞപ്പോൾ ഇവിടെ പിന്നെ ഒരു ഷോപ്പുണ്ട്, അയാളെ ഒന്ന് പരിചയപ്പെടുത്തി വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സന്തോഷമായി. പിന്നെ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അവിടെ പെർമിഷൻ വേണമല്ലോ ആരുടെ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഷോപ്പിൻ്റെ ഓണർ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? ഏതായാലും പറഞ്ഞോ, നിങ്ങളുടെ പേരെന്ത്? സാബിത്ത്. ഇവിടെ കിട്ടാൻ പറയാം. ഇത് ഷോപ്പ് കുറയാ? 5 വർഷം നടത്തുന്നു അല്ല? കച്ചവടം ഉണ്ടല്ലോ. ഇതെല്ലാ ഐറ്റംസ് ഉണ്ട് അവിടെ. എനിക്ക് വന്നത് എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇയാളെ ഞാൻ കാണിച്ചു തരാം. ഇയാള് ഞാൻ കണ്ടില്ല, എന്ത് വാട്സാപ്പിൽ മറ്റേ ഇതിലെല്ലാം കാണലുണ്ട്. ഡൽഹിയിലെല്ലാം പോയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്ത് പേര് പറഞ്ഞു നിങ്ങളെ? തോട്ട അബ്ദുൽ. അത് ശരി. ഇതൊക്കെ ഇയാളെന്ന്, ഇയാളെ ചെറിയ താളല്ല, അല്ലെങ്കിൽ ഫിലിമിലും കൂടി അഭിനയിക്കുന്നവർ പറഞ്ഞിട്ട് അല്ലേ? അതെയാ. ഇപ്പൊ അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അൻസാരി. അപ്പൊ അൻസാരി നല്ലൊരു അൻസാരി നല്ലൊരു ഫിലിമില് പിന്നെ റോളുണ്ട് ഇയാൾക്ക്. അപ്പൊ ഏതായാലും ബെസ്റ്റ് ഓഫ് ലക്ക്, നന്നായിട്ട് ചെയ്യ്. അല്ലേ? വീഡിയോ കാണാം. അപ്പൊ നമ്മ പിന്നെ ആ കടൻ്റെ എത്തുന്ന ഏകദേശം 1 കിലോമീറ്ററോളം വന്നല്ലേ? 1 കിലോമീറ്റർ മമ്മൂച്ചാഞ്ഞാലത്തിൽ വന്ന്. അപ്പം വന്നിട്ട് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതാ വലിയ മരവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇതാ ഭയങ്കര കയറ്റമാണ്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ബോർഡ് കണ്ടില്ല, ഇതാ കണ്ടോ ബോർഡുണ്ട്. കേരള വന്യജീവി വകുപ്പ് റേഞ്ച് സംരക്ഷിത വനത്തിനുള്ളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. കണ്ടില്ല? നല്ലൊരു തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് പാണ്ടി ഫോറസ്റ്റിന്റെ തുടക്കം അല്ലേ ആമുച്ച? പാണ്ടി ഫോറസ്റ്റിന്റെ തുടക്കം അല്ലേ? അതന്നെ. ഇവിടുന്ന് നമുക്ക് മുകളിലോട്ടേക്ക് കയറണം ഇങ്ങനെ. അപ്പൊ ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കയറ്റെന്ന് പറഞ്ഞിട്ടല്ല, ഭയങ്കരത്തിൽ കയറ്റം. ഫസ്റ്റ് കയറിലല്ലാണ്ട് വണ്ടി വെലിയുന്നില്ല. ഫസ്റ്റ് കയറിലാണ് ഇപ്പൊ ഞാൻ പോകുന്നില്ലേ? ഫുള്ള് കേട്ടോ.
പിന്നെ ആടുന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ നിങ്ങൾക്ക് ഞാൻ ശരിക്കും ഞാൻ കാണിച്ചു തരാം. ആടുന്ന അത്ര തന്നെ എത്ര ഇല്ലെങ്കിൽ കുറച്ചെങ്കിൽ ഇങ്ങനെ അല്ലേ നമുക്ക് ഇനിയിപ്പോൾ ആ കയറ്റം കയറിയിട്ട് ഇതാ ഞാൻ കാണിക്കാൻ ഞാൻ വെറുതെ പറയുന്നല്ല. ഇതാ ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നില്ല ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാടാ കണ്ടോ, ഇതിവിടെ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടാവും. ശ്രദ്ധിക്കുക. ഇതാ പുലിൻ്റെതും ഇതാ ആനൻ്റെതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചത് സ്റ്റാർട്ടിംഗ് ഉള്ള ബോർഡ്. രണ്ടാമത് ആനുണ്ട് പുലിയുണ്ട്. അപ്പൊ ഇതെല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഭയങ്കര കാടുള്ള സ്ഥലമാണ്. ഇത് ഈ വനത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഫോട്ടത്തിലുള്ളതുപോലെ ഫോട്ടത്തിൽ ചിത്രം കാണുന്ന ആനൻ്റെതും പുലിൻ്റെതും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഫോട്ടോയുടെ വെച്ചിട്ടുള്ളത്. ഈ കാട്ടിലെ ഇങ്ങനത്തെ മൃഗങ്ങളും ഉണ്ടെന്ന് ചൊല്ലിയിട്ട്. അല്ലെങ്കിൽ ഈ ഫോട്ടോ ഗവൺമെന്റ് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊരു ബസ് വരുന്നുണ്ട്. ബസ് ഉണ്ട്. സൂപ്പർ ബസ്സാണത് വരുന്നത്. അടൂർ പാണ്ടിയാണ് അത്. അടൂർ ഇപ്പൊ പാണ്ടിക്കാണ് പോകുന്നത്. അപ്പൊ ഈ സ്ഥലം ഉണ്ടല്ലോ ഇപ്പൊ നിന്നിട്ടല്ലേ, ഇത് ഭയങ്കര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഏത് സമയത്തും പിന്നെ പുലി കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇതാക്കും. അപ്പൊ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇതാക്കിയിട്ട് നമുക്ക് അല്ലാന്ന് ഇന്ന അങ്ങോട്ട് പോയിട്ട് വെക്കാൻ നോക്കും. അപ്പോൾ പിന്നെ ഇവിടെ സ്കൂള് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ വലിയൊരു ഡേഞ്ചർ അല്ലേ ഡേഞ്ചർ, ഭയങ്കര ഡേഞ്ചർ തന്നെ. പുലി വന്നെങ്കിൽ ഇത് എന്താക്കിലും പറ്റില്ല. വന്നെങ്കിൽ ഓടാനും കയ്യില്ല, പാഞ്ഞിട്ട് പോകാനും കയ്യില്ലല്ലോ. അങ്ങനത്തെ സ്ഥിതിയല്ലേ. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് അവസ്ഥകൾ കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ പാണ്ടിയുടെ ബോർഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പാണ്ടിക്കെത്തി തൊട്ടടുത്തിട്ട് ഒരു അമ്പലമുണ്ട്, ടെമ്പിൾ ഉണ്ട്. പിന്നെ ആ സൈഡെല്ലാം കാണുന്നില്ലേ, ഫുള്ള് പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. വണ്ടിയെല്ലാം വരുന്ന കാര്യങ്ങളൊക്കെ ഇത് സ്കൂളുണ്ടായിനല്ലേ മുന്നേ? അല്ല പീടിയ എന്തത് അത് പീടിയ കടാത്. അപ്പോൾ നമസ്കാരമുണ്ട്. ഞാനൊരു യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് നമുക്ക് ഒരാളെ പരിചയപ്പെടാൻ കിട്ടുന്നു. എൻ്റെ പേരെന്ത്? രവീന്ദ്രൻ. ഇടന്നല്ല. പിന്നെ പിന്നെ ഇല്ല പ്രശ്നം കുറച്ച് സൈഡായിക്കോ. ഏതായാലും കുറച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു വണ്ടി പോയി. അപ്പോൾ ഇവിടുത്തെ ആളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ ഒന്നും കൂടി ഇപ്പോൾ പാണ്ടിയിലല്ല നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പിന്നെ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. മൈ ട്രാവൽ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞു. രണ്ട് ഫ്രണ്ടേക്കും. അപ്പോൾ ഞാൻ നിങ്ങൾ അങ്ങനെ വരുന്നത് ഞാൻ കണ്ടപ്പോൾ. അപ്പോൾ ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലേ? ഫോറസ്റ്റ് ഏരിയ അല്ലാണ്ട് ബോർഡെല്ലാം കണ്ടു മറ്റേ പുലിൻ്റെ പാസ് ചെയ്യണ. ആ ശരി. അപ്പോൾ അത് ഇത് എത്ര മണിക്ക് കേട്ടത്? ശരി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരാൾ പറഞ്ഞു, രണ്ട് പിള്ളേർ പറഞ്ഞിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട് വരുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തന്നെ ആള്. നിങ്ങളുടെ പേരെന്താ പറഞ്ഞു? രവിയേട്ടൻ പറഞ്ഞു. രവി തത്തമസി. ഇപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടുന്ന് ഇതിൽ പോകുന്ന കണ്ടിരുന്നു. അപ്പോൾ വെറുതെ ബോർഡൊന്നും വെക്കില്ല. അത് എത്ര മണിക്ക് കണ്ടത്? 4 മണിക്ക്. രാവിലെ 4 മണിക്ക് അല്ലേ? നിങ്ങൾ വണ്ടിയിൽ. അപ്പൊ ഇതിന്റെ ഫോറസ്റ്റിന്റെ കൗണ്ടർ ഇടപ്പോ ഇതിന്റെ ഫോറസ്റ്റിന്റെ പിന്നെ സ്കൂളിന്റെ അടുത്ത് തന്നെ അതിന്റെ ഉള്ളത്. അല്ല ഞമ്മക്ക് എന്ത് ഇത് അറിയാൻ വേണ്ടി അപ്പൊ ഏതായാലും നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ തന്നതിന് നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും ഞമ്മൊരു ബ്ലോഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ബദിയെടുക്കാണ്. ബദിയെടുക്കുന്ന ഒരു 2-3 കിലോമീറ്റർ കാടമന സൈഡ് കരിമ്പിലെന്ന് പറയും. അതല്ലേ. അപ്പൊ ഏതായാലും നിങ്ങൾ കണ്ടിട്ട് അവനെ നിർത്തില്ല. അത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എന്തായാലും നമുക്ക് അറിയണം എന്താ എന്ത് ചെയ്യുന്നുണ്ട്. അതെ അല്ലാതെ നമുക്ക് വളരെ ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ ഈ ടെമ്പിൾ ഞാൻ കാണിച്ചു കൊടുത്തേ. ഞാൻ ടെമ്പിൾ കാണിച്ചു കൊടുത്തിന്. പിന്നെ അങ്ങോട്ട് മുകളിലോട്ടും മന്ദിരം ഉണ്ടാ? ഇല്ല ഇതൊന്നല്ലേ കാട്ടിനുള്ളിൽ. അപ്പൊ ഭയങ്കര സീനായിരിക്കും. അടിപൊളി നാടൻ പുലിയുണ്ട്,
ഇവിടുന്ന് റിക്ഷയില് പോകുന്ന ഡോട്ട് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഫോറസ്റ്റിനകത്ത് അല്ല ഏത് ഭാഗത്ത് കേട്ടാ നെല്ലിത്തട്ടമ്പല സ്ട്രേറ്റ് പോകും വടവില് കമ്മാൻ ലെഫ്റ്റ് സൈഡ്. പക്ഷെ ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട് അത് കുറച്ചുകൂടി ഫേമസ് ആയ സ്ഥലമാണ് നെല്ലിത്തട്ടമ്പലം. ഞാൻ ഒരു അപ്പൊ ഇത് ഏത് അമ്പലം ഇത്? അയ്യപ്പ മന്ദിരം. നല്ല അമ്പലം അത് നിങ്ങൾ പോയണ്ടല്ലോ. ഈ അയ്യപ്പ മന്ദിരം എന്ന് പറയുമ്പോ എന്നാണ് ഒരു പുലിന്റെ ഒരു സാന്നിധ്യം ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞു തരില്ല. ഒരു 4 പുലിക്കുഞ്ഞു പോലെ തന്നെ 4 കുഞ്ഞുണ്ടായി. ഭയങ്കര ഈ പുലി കണ്ട് പിറ്റതാ സംഭവം പുലിയല്ല കാട്ടുപൂജ കുഞ്ഞു തോന്നുന്നു. സംഭവം ശരിക്കും ഞങ്ങൾ വികാരം ഇതാണ്. അത് പുല്ല അത് കൊണ്ടുപോയി കൂടെ ഇട്ടോ അപ്പൊ അത് കാട്ടുന്നില്ല. അതിന്റെ മുകളിൽ അവിടെ ഇതില്ല. അതാ ഇപ്പൊ ഇയാള് പറയുന്നുണ്ടല്ലോ ആ കാട്ടുന്നല്ലേ? ആ കാട്ടുന്നുണ്ടായി. അപ്പൊ കൊറേ ഫേമസ് ഉണ്ട്. ഭയങ്കര ആൾ വന്നിട്ട് അത് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. ഉത്സവത്തിന് ഭയങ്കര ആൾ കൂടുന്നുണ്ട്. ഭയങ്കര ആള് നല്ല ആളാണ്. ഉത്സവത്തിന് ഒരുപാട് ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം. ഈ രണ്ടല്ലേ ഭയങ്കര ആഘോഷം നല്ലൊരു പരിപാടിയാണ്. എത്ര ദിവസം ഉണ്ടെന്ന് ആഘോഷം? 30 പോകും. 2 ദിവസം. അപ്പൊ നമുക്ക് നെല്ലിത്തട്ട അമ്പലത്തിന്റെ അതിൽ പോകാൻ പറ്റുന്നുണ്ടോ? നേരെ അങ്ങോട്ട് പോകണം അല്ലേ? ഞാൻ പിന്നെ അല്ല എന്റെ വണ്ടി ഉണ്ട് റിക്ഷ പോലെ നമുക്ക് ഓഫ് റോഡിലല്ലേ പോകാൻ പറ്റുന്നത്. മറ്റേ കാറെല്ലാം എന്താ പറയുക ഡീല് തിരിഞ്ഞിട്ട് അടിമുട്ടുന്നത്. കുറച്ച് മുമ്പിൽ പോവാ സ്മാരകം ഉണ്ട്. സ്ട്രേറ്റ് പോ കുളത്ത് പോരാ ആടെ കമ്മട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് സൂപ്പർ സീനാണ്. നല്ലത് അമ്പലം. ആയി അപ്പൊ നമ്മളെ പിന്നെ എന്റെ ചാനൽ നെയിം മൈ ട്രാവൽ ക്യാമ്പിങ്. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ മെയിൻ സപ്പോർട്ടാണ് നമ്മളെ ഈ കഷ്ടപ്പെട്ടുള്ള എല്ലാ വീഡിയോത്തിൻ്റെത്. കാരണം എന്താ പറഞ്ഞാൽ നെറ്റ് ക്യാമ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് കണ്ടതില്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം അല്ലെ? അപ്പൊ അത് ഞാൻ നിങ്ങളെ ഫോണിൽ ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, നമ്മളെ ചാനലൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ആൾക്കാരാണ്. പല സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ടാക്കിയിട്ട് മറ്റേ സ്ഥലത്ത് പോകാനാ. ഏതായാലും പിന്നെ അയാള് പറഞ്ഞ് പിന്നെ വീഡിയോ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലേ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ പിന്നെ അങ്ങോട്ട് നല്ലൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആടെ ഇങ്ങനെ പുലി ഇതെല്ലാം ഇറങ്ങുന്ന സ്ഥലം നിങ്ങൾ ആടെല്ലാം ഒന്ന് പോയിട്ട് ഒന്ന് ചെയ്യും വീഡിയോ എന്ന് പറഞ്ഞു എന്നോട്. ഏതായാലും ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നേരെ ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ടി. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പാണ്ടി സൈഡിൽ അങ്ങനെ കുറെ കയറിയിട്ട് നമുക്ക് അമ്പലത്തിന്റെ അതിലല്ലേ പിന്നെ റൂട്ടിലോടിക്ക് പോയി ഞാൻ അതിൽ കയറിയിട്ടില്ല. അപ്പൊ ഇതായിട്ട് ഒരു കാട്ടിനുള്ളിൽ ഒരു കെട്ടിടല്ലേ ബൈക്കാണ് അതിൽ പോയിട്ട് നോക്കാം. പോലെ നമുക്ക് ടെന്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നോക്കണോ ഇല്ലേ പോകുമ്പോ ഇത് പുലി എന്താ വന്നിട്ട് വയ്യത്തിങ്ങന്ന് ഞാനാളല്ല നേരെ നോക്കിട്ട് പോയി. കാടും കാര്യങ്ങളും ഒരു മരെല്ലാം നോക്ക്. പിന്നെ ഇതെന്ത് ജാതിന്റെ വരെല്ലാം ഉണ്ടല്ലോ. അതാ അത് ഫോറസ്റ്റ് ആകുമ്പോ അങ്ങനെ ഉണ്ടാവും ജാതിയല്ലോ. ഗവൺമെന്റിന്റെ ഇതല്ലേ. ജാതി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ കുറച്ച് നടന്ന് നടന്നിട്ട് ഭയങ്കര ഇവിടെ പുലിയുണ്ടോ അമ്മച്ചാ? പുലിന്റെ ബോർഡ് കണ്ടെങ്കിലേ ഉറപ്പായിട്ട് പുലി ഉണ്ടാവും. അത് വെറുതെ ഇടില്ല. ആനയും പുലിയെല്ലാം ഉണ്ടെന്ന് സംഭവം. നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം നോക്കാം ഏതായാലും. അങ്ങനെ മമ്മൂച്ചാവും ഞാനൊത്തിട്ട് പാണ്ടി ഭാഗത്ത് അതിൽ പോയി. പിന്നെ പോയിട്ട് പിന്നെ ഫോറസ്റ്റിന്റെ ആ ഭാഗത്തേക്ക് കയറ്റിട്ട് വിട്ടില്ല ഞങ്ങളെ അല്ലേ. അവിടെ മൃഗണ്ടനുണ്ട് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും എന്താ സംഭവിച്ചെങ്കിൽ ഓർ ഉത്തരവാദിയാവും. പിന്നെ അത് കാരണം ഞങ്ങൾക്ക് വിടാൻ പറ്റൂല അല്ല മുച്ച. അങ്ങനെ ആടത്ത് പിന്നൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിട്ടായിട്ട് കുറേ കയറി കുറച്ച് സമയം ലേറ്റായി പോയി മാത്രം എത്തുമ്പോൾ. അപ്പോൾ മമ്മൂച്ച ഞാനും ഇപ്പട്ട് നിങ്ങൾ കണ്ടല്ലോ ആ ഫോറസ്റ്റിലെല്ലാം പോയിട്ട് കുറച്ച് മുമ്പ് ഞങ്ങൾ പോയി. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടാകുമ്പോൾ പിന്നെ പിന്നെ വീഡിയോ എടുക്കാനും സമ്മതിച്ചില്ല ഓരോ അല്ല ഞമ്മ സംസാരിക്കുന്ന വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞോളൂ. പിന്നെ നമ്മൾ പിന്നെ അതിനെ ജബർദസ്തി പിടിക്കുന്ന ഓരോ ഓഫീസർമാരല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് പുലി ഇറങ്ങി അപ്പോൾ ഇത് വരാൻ പാടില്ല. പാണ്ടി സൈഡ് ഭയങ്കര പേടിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നെ ഓർക്കല്ലോ അതിൻ്റെ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. അത് ഏത് സമയത്ത് വരുന്നുണ്ടായില്ലേ. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ കിലോമീറ്റർ വന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ ഒരു ചോറെല്ലാം വെച്ച് ഒരു ഹോട്ടലിൽ കയറിയിട്ട് അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. ഓരോരോ സമയത്ത് അത് വൈകുന്നേരവും
ഇങ്ങനെ വരാറുണ്ടെന്ന് പറയുന്നിക്കുന്ന കാട്ടില്. അപ്പൊ ഇങ്ങനെ കുറേ കിലോമീറ്റർ വന്നിട്ടായിട്ട് നമ്മൾ നോക്കുമ്പോ ഒരു നെട്ടണിക നിന്നൊരു ആ ഭാഗം നെട്ടണിക അല്ലെ, നെട്ടണിക നിന്നൊരു ഭാഗത്തെത്തിയിട്ട് വലിയൊരു കാടിനിത് കാടുന്നില്ല, വലിയ കാടിന്, ചെറിയത്തെ കാടൊന്നുമില്ല, എല്ലാം കാണിച്ചു തരാണ്. ഇപ്പൊ ഞങ്ങൾ വണ്ടി എന്താക്കിനെ അറിയോ, ഇതാ ഇങ്ങനെ കേറ്റിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണിത്, അങ്ങനെ തന്നെ സ്ഥലമാണിത്. ഇതിൽ ചിലപ്പോൾ ചെറിയ മൃഗങ്ങളുണ്ടാവും, ചെറിയ ചെറിയ എന്തെങ്കിലും ഉണ്ടാവായിരിക്കും, കാടല്ലേ. കാട്. അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് ഇപ്പൊ എത്ര പെട്ടെന്ന് ഇപ്പൊ ഇട്ടായി പോയി, എന്തെങ്കിലും ടെന്റ് ഒന്ന് സെറ്റ് ചെയ്യുന്ന സ്ഥലം നോക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും പച്ചിരി റെഡി ആക്കണ്ട, നിങ്ങൾക്ക് തിന്നണല്ലോ അല്ലേ. കഴിച്ചില്ല. അപ്പൊ നമ്മളെ വണ്ടി കയറ്റിട്ട് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്, ഇതാടെ കണ്ട, ഇതാണ് നമ്മളെ വണ്ടി കയറ്റി വെച്ചിട്ടുള്ളത്. മമ്മൂച്ച നടക്കി മെല്ലെ നടക്കി. അപ്പൊ ഇവിടെ കുറേ പാറ ഉണ്ടല്ലേ, പാറ തന്നെ ഇടണ്ടേ. നോക്കട്ടെ നമുക്ക് എങ്ങനത്തെ സ്ഥലം കിട്ടുന്നുണ്ടെന്നല്ലേ. മെല്ലെ പോണം കേട്ടോ. ഇതല്ലോ പാർന്ന്, ആ നല്ല അടിപൊളി പാറുണ്ട് അവിടെ. ഇതേതാ നിൽക്കട്ടെ, നോക്കട്ടെ അപ്പുറം നോക്കാൻ നിൽക്കട്ടെ. നല്ല പാറ, നല്ല രസമുണ്ട് അവിടെ. അതായത് ആടെയുണ്ട്, ഇതാ അവിടെ മാത്രം ഭയങ്കര ചെരിച്ചില്ല പാറ, ആടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ സെറ്റാക്കാം അല്ലേ. അപ്പം ഏതായാലും പിന്നെ മമ്മൂച്ചോ ഞാൻ തിരിപ്പോൾ ടെൻറ്റ് ഇവിടെ സെറ്റാക്കുന്നത്. ഇന്നത്തെ ഒരു പറയിട്ടിട്ട് പാറിൻ്റെ ഉള്ളിൽ, ഇന്നത്തെ ക്യാമ്പിങ് ഞങ്ങൾ പാറിൻ്റെ ഉള്ളിൽ നട്ടല്ലേ, നല്ല പാറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ നല്ല പാറ മോശമില്ല, നല്ല ഉണ്ട്, ലെവലുണ്ട് അല്ലേ, നല്ല ഉണ്ട്, മോശമില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇടാം നമുക്ക്, സെറ്റാക്കാം. അപ്പോൾ ഏതായാലും ഇതാ പാറൻ്റെ മുകളിൽ ഞങ്ങൾ നല്ല നിൽക്കുന്നത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതാ നല്ല ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ടെൻറ്റ് കയറ്റാം അല്ലേ. നല്ല ഉണ്ടോ. അപ്പോൾ ഏതായാലും അമ്മ പാറൻ്റെ മുകളിൽ പാറൻ്റെ മുകളിൽ ടെൻറ്റ് സെറ്റാക്കുന്നുണ്ട്. നിൽക്കി നല്ലേ, നല്ല സൂക്ഷിച്ചിട്ടോളി. ഇത് പിടിച്ചാൽ ഞാൻ സെറ്റാക്കിടാം. തിരക്കില്ല, റെഡിയാ. ഇത് വെക്ക് ഇതിനെ പിടിക്കുക, നടുവിൽ സെൻറ്ററാക്കിയിട്ട് പിടിച്ചോ, കുടിച്ചോ. സെൻറ്ററാക്കിയിട്ട് പിടിച്ച് കഴിഞ്ഞെങ്കിൽ ഇവിടെ ഒന്ന് കണിക്കാനുണ്ട്. നിൽക്കട്ടെ, ഇവിടെ ഒന്ന് സെൻറ്ററായിക്കോ. ഇവിടെ പോയി ഇങ്ങനെ പിടിക്കുക, ഞാൻ കണിക്കുന്നത് അല്ല, നിങ്ങളുടെ ഇങ്ങനെ പിടിക്കറോ, ഞാൻ കണിക്കാം. നിങ്ങളുടെ പിടിച്ചാൽ മാത്രം മതി, ഞാൻ സെറ്റാക്കാൻ നിൽക്കി പിടിക്ക്. അത് നിങ്ങൾ അതിനെ പിടിക്ക്, ഞാൻ കടിച്ചോളാം. ആ നേരെ പിടിച്ചോ. ഞാൻ പേര് അങ്ങോട്ട് അല്ലേ ബായിയുടെ നമുക്ക് സെറ്റാക്കാം. നോക്കട്ടെ, ഏതായാലും ഞങ്ങൾ ടെൻറ്റ് ഇപ്പോൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പാറൻ്റെ മുകളിൽ നിന്ന് ടെൻറ്റ് ഒരു വെറൈറ്റി സെറ്റാക്കിനല്ലേ നോച്ചാ. ഇപ്പോൾ നമ്മൾ ഇത് വരുമ്പോഴേക്ക് മിൽമാൻ്റെ പാല് കഴിഞ്ഞിട്ടുണ്ടായിന്. പാല് കഴിഞ്ഞിട്ട് പാലിപ്പോൾ ഒന്ന് ചൂടാക്കണം, എന്നിട്ട് ചായ വെച്ചിട്ട് കുടിക്കണം. ചെറിയൊരു കല്ലടുപ്പിട്ട് ബെറിലിടാനുണ്ട്. ചെറുങ്ങനെ ചൂടാകുന്നുണ്ട് അല്ല. എന്തായി കളച്ചിട്ട് മറിഞ്ഞുണ്ടാ.
നല്ല കത്തുന്ന പൂച്ചോ. ഇതാ തള വന്നിട്ടുണ്ട്. ഇതാ നല്ല കീച്ചോളൂ, നല്ല മുറുക്ക പിടിച്ചോ. നല്ല കീച്ച പാല് റെഡി. നേരെ നിൽക്കുന്ന പാറല്ലത്, കുറച്ച് നല്ല ജാഗാക്കിയിട്ട്. ഇതാ അപ്പം നമ്മളെ ചായ തിളച്ചുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ പാലിലെ കുട്ടിയും കൈ. അപ്പോൾ പാൽ ചായ ഇതാ തിളക്കുന്നുണ്ടോ? പൊള്ളുന്നല്ലേ? ചേച്ചി കൂട്ടണം, ചേച്ചി നോക്കാം. വയ്ക്കുക വെക്ക് നോക്കട്ടെ എങ്ങനെയാണ് മൈറ്റിൽ കുറച്ച് വിട്ട് വെന്തിനാ പൊടി ശരിക്കും വെന്തിനല്ലേ? അടുപ്പ് കണ്ട് കുഞ്ഞടുപ്പ്. അങ്ങനെ മമ്മിക്ക നമ്മളെ പാൽ ചായ റെഡി അല്ലേ? മധുരം കുറേ ഉണ്ടപ്പോൾ. അപ്പോൾ ഏതായാലും ഇത് നമ്മളെ ചായ റെഡി ആയി. ഇതിൻ്റെ കടി പാലൂട്ടി ചായ. ബിസ്ക്കറ്റ് എടുക്കാം. ബിസ്ക്കറ്റ് നല്ല മധുരം, നല്ല അടിപൊളി മധുരം, സൂപ്പറായിട്ടുണ്ട്. ആ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് പൊട്ടിക്ക് പാക്കറ്റ്. അപ്പോൾ ഏതായാലും ഇതെങ്ങനെ ചായ എല്ലാം മുക്കിയിട്ട് ചായക്ക് മുക്കിയിട്ട് ബിസ്ക്കറ്റ് ഒന്നും നല്ല വാങ്ങും. അതിന് നമുക്ക് എന്താ തിന്നാനൊക്കെ നല്ല രാത്രിക്ക് ദോശ ഇടാം. ആട്ടപ്പൊടിൻ്റെ ദോശ ഇടാം. അത് താമസം പറഞ്ഞില്ല, അതൊന്നും ഉപ്പാട്ടുണ്ട് സൗണ്ട് ചെയ്ത് എന്ത് നമുക്കറിയില്ല. നിങ്ങൾ കേട്ടില്ലേ? അതെ കേട്ടണോ? ഏതായാലും നമുക്ക് തീയിടാം. തീയിട്ട് തേക്കാം. അപ്പോൾ ഇവിടെ ഭയങ്കരപ്പെട്ട ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ചുറ്റും ഇതാണ് എന്താണ് ഭയങ്കര കാലാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഈ കുന്നിൻ്റെ നടുവിലാണ് ഞങ്ങൾ തെണ്ട് കെട്ടിയിരിക്കുന്നത്. ഭയങ്കര പാറയാണുള്ള. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശരിക്കും കാണണം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അല്ല നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്താം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മുമ്പോട്ട് നമുക്ക് നല്ല വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഞങ്ങളിപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ടെന്നും പാറയില്ല അല്ലേ? കല്ല് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്നും പാറയില്ല. നമ്മളെ ടെൻറ്റ് സെറ്റാക്കിയിട്ടുണ്ടെന്നും പാറയില്ല. ആരും നോക്കാതിരിക്കരുത്. ആരും നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കി അറിയിക്കും. മമ്മൂച്ചേനെ ചായ പിടിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ. ഇതാ എന്തോ ആരെ ഫാനിലെങ്കിലും ഈ ചാനൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കണ്ടോറ് ഇതെവിടെ സ്ഥലം എന്ന് പറഞ്ഞ്? നെട്ടണിക്ക എന്ന സ്ഥലത്താണ്. അതിൻ്റെ ഒരു കുന്നിൻ്റെ നടുവിലാണ്. ഭയങ്കര കാട് പറഞ്ഞുള്ള സ്ഥലമാണ്. ആരും എത്താത്തൊരു പ്രദേശമാണ് ഇതൊക്കെ. ഒരു മനുഷ്യന് ഇരുട്ടാണ് ചുറ്റുഭാഗവും. കാറ്റെല്ലാം വരുന്നില്ല, നല്ല തണുപ്പ് കാറ്റ് വരുന്നുണ്ട്. ഇത് നമ്മളെ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? പപ്പായ മുറിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നിട്ട് മമ്മൂച്ചൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു എന്നൊരു നേരത്തെ മുറിച്ചിന്. പിന്നെ ഇതാ ഇത് രണ്ടാമത്തെ ദോശയാണ് ഇപ്പോൾ പ്ലേറ്റിലിട്ടിട്ടുണ്ട്. നമ്മൾ മമ്മൂച്ച പൊളിക്കുന്നുണ്ട് ഇപ്പോൾ, മാഷാ അല്ലാഹ്. അപ്പോൾ അത് ഈ സാധനം അറിയുന്നുണ്ടെങ്കിൽ ഇല്ലേ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കട്ടെ, അറിയുന്ന ആരും കൊണ്ടെങ്കിൽ അതെന്ത് സാധനം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പപ്പായ തിന്നിട്ട് നോക്കാം. ഇതിനടുത്തോണ്ട് ഞാൻ ആക്കുവന്നു. സൂപ്പർ. നല്ല മധുരം ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ മമ്മൂച്ച ഞാനിവിടെ ചായ ലഭിച്ചിട്ട് കുടിച്ചിട്ട് വീഡിയോ നോക്കുമ്പോൾ അയാൾ എന്നെ താമസാക്കി എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നീ വെറുതെ പറയുന്ന വേണ്ടിയിട്ട്
എന്ത് സൗണ്ട് കേൾക്കുന്ന കേട്ടിട്ടേ അയാൾക്ക് എന്നാ സൗണ്ട് കേട്ട് നേരെ ഇപ്പം ഇതാ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുത്തിർന്നിട്ടുണ്ടാ ടെൻറ്റും ക്ലോസ് ചെയ്തിട്ടാ പേടിച്ചിട്ടാ ആര് പേടിച്ചിന് നിങ്ങൾ അയാൾ പിന്നൊന്നുണ്ട് അയാൾ എന്നെ പേടിച്ചിന് എന്തെന്താ ഞങ്ങൾ അടുത്തേക്ക് എത്തിനത് എന്തപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞില്ല മൈക്ക് ഇത് അടുത്ത് വെച്ചിട്ട് ഞാൻ മുണ്ടുന്നുണ്ട് നോക്കണേ വാം ലൈറ്റെല്ലാം പിന്നെ പുറത്ത് തന്നെ ഞാൻ വെച്ചിന് തീ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മൗവെല്ലാം ഉണ്ടല്ലോ അതിനുള്ളിൽ വെച്ചിട്ട് കിടക്ക പടച്ചൊങ്ങ കിട്ടല. ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ സ്ഥലമാണിത്. വരുന്ന വെയിലത്തെ വീടും കൂടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല നേരത്തെ. ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ടെൻറ്റ്. ഇപ്പോൾ സമയം നോക്കിയതാ 2:30 മണി. ഈ 2:30 മണിക്ക് എണിച്ചിട്ട് ദോശ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടത്. ഞാൻ ഫസ്റ്റ് അല്ല ഇത് ഫസ്റ്റ് ഇയാൾ ഇങ്ങനെ ആക്കിയ ടെൻറ്റ് തുറന്നിട്ടിട്ട്. അപ്പോൾ ഇത് രാത്രി തിന്നിന് എന്നെങ്കിലും എനിക്ക് വന്നത് എന്താ ശരിയായിട്ട് തിന്നേ. ഇതാ നോക്കെ സമയം നോക്കി എത്രയാണ് ഇതാ നിങ്ങൾ ഈ മൊബൈലും പിടിച്ചിരുന്നത് സമയം 2:30 മണിക്കല്ലേ ഇങ്ങനെ അടിച്ചിട്ട് ഒറ്റക്ക് നടന്നെങ്കിൽ എന്തോ എനിക്കറിയാം. എന്ത് ഇയാൾ ഇങ്ങനെ എനിക്കറിയാം എന്ത് വെക്കരിക്കോ. ഞാൻ പെട്ടെന്ന് അടിച്ചിട്ട് ഉള്ളിൽ കയറി കിടക്കുവാ. ഇത് ചളിച്ചിട്ട് മരക്കട്ടൊന്നുമില്ല. എൻ്റെ അല്ല ഇതായിട്ട് തീർന്നിട്ട് ലൈറ്റെല്ലാം ഫുള്ള് തീർന്നില്ല. ഇങ്ങനെ തുറന്നിട്ട് പോക്കണ്ടപ്പോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വല്ലാത്ത തണുപ്പായിരുന്നു, വല്ലാത്ത തണുപ്പ്. ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് ഇട്ടില്ല, ടോപ്പ് ഇട്ടില്ല. ടോപ്പ് ഇത് ഇത്രത്തോളം ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു. എന്നെയാണ് എന്താ മൂക്കെല്ലാം ബന്ധായി ഒന്നാകെ തണുപ്പ് അടിച്ചിട്ട്. ഇതെല്ലാം നമുക്ക് ലേറ്റായി എണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറത്ത് കാഴ്ചകളെല്ലാം കാണാം. ഉറങ്ങുമ്പോൾ ഞാൻ അതല്ലാണ്ട് കുറച്ച് പൈതില്ല, കുറച്ചെല്ലാം നല്ലോണം പൈതിന്. പിന്നെ നമ്മളെ മമ്മൂച്ചനെ നോക്കുമ്പോൾ എത്ര 2:30 മണിക്കാണ് എനിക്കെന്താ ദോശ ഇട്ടിരുന്നുണ്ട്. ഇപ്പം ഉറങ്ങുന്നുണ്ട് എനിക്ക്. മമ്മൂച്ച എന്ത് നേരം വെളുത്തിട്ടില്ല, മോന്തിയായത്. പിന്നെന്ത് തണുപ്പല്ലെന്നില്ലെങ്കിൽ മഞ്ഞ് ഒന്നാകെ പോയിട്ട് എനിക്ക് മൂക്കെല്ലാം പറ്റി ഇതായി ജലദോഷമായിട്ട്. ഇത് ഇട്ടിട്ട് പുറത്ത് നമുക്കത് നോക്കാം, പുറത്തെങ്ങനെ ഉണ്ട് നോക്കാം. മുന്നേ ഇതാ എന്താ ഇത് മടിക്കേരി ദേവി തണുപ്പ് തണുപ്പായി പോയി. ഇത് മടിക്കേരി പോലെ ഒന്നും ഇല്ലെങ്കിലും മഞ്ഞ് പോകുന്ന കാണുന്നില്ല. പക്ഷെ തണുപ്പ്, കാറ്റ് കാറ്റ് നമ്മളേതാ സൂര്യൻ ഉച്ചിനുണ്ടോ അയക്കാനെല്ലാം പഠിച്ചിട്ടുണ്ട് റെഡിയായിട്ട് കണ്ടാ. അപ്പൊ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ മല്ല വീടുന്ന ഇപ്പൊ പാക്കപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം.